ഒരു നല്ലയപ്പൻ്റെ ചാവരുളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ കുടുംബ ദർശനങ്ങളുടെ വഴികളിൽ നമ്മൾ സഞ്ചാരം തുടങ്ങിയിട്ട് അല്പകാലമായി. ചാവറപ്പിതാവ് 1.5 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു വച്ച ഈ കുടുംബച്ചട്ടങ്ങൾ ഇന്ന് ശാലോം ടി വിയുടെ പ്രേക്ഷകർ, കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ശാലോം ടി വിയുടെ പ്രേക്ഷകർ, നൂറുകണക്കിന് കുടുംബങ്ങളിൽ വീണ്ടും സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ചാവറപ്പിതാവ് നൽകുന്ന വളരെ മനോഹരമായ ഒരു ദർശനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചാവറപ്പിതാവ് പറയുകയാണ്, ദുഃഖങ്ങളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ ഓരോരോ ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും ഏറ്റവും മധുരോർമ്മ തരുന്ന ആശ്വാസവും സമാധാനവും എന്നത് സ്നേഹവും ക്രമവുമുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്നതാകുന്നു. അപ്രകാരം തന്നെ സ്നേഹവും സമാധാനവും ഇല്ലാതെയും ദൈവ ശുശ്രൂഷയിലും നിത്യരക്ഷയിലും ഒരു ശ്രദ്ധയുമില്ലാതെ നടക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുന്നത് ഏറ്റവും വലിയ സങ്കടമാകുന്നു. ഇപ്രകാരം ക്രമമില്ലാത്ത കുടുംബങ്ങൾ എത്രയോ സങ്കടങ്ങൾക്കും കണ്ണുനീരിനും കാരണമായിരിക്കുന്നു. ഇത് നിമിത്തം പ്രസിദ്ധിയുള്ളതും ബഹുമാനമുള്ളതും സമ്പത്തുള്ളതുമായ എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിരിക്കുന്നു. ഇതിൽ നിന്നും എത്രയോ വഴക്കുകളും നാശങ്ങളും മരണങ്ങളും ഉണ്ടായിരിക്കുന്നു എന്ന് ചാവറപ്പിതാവ് പറയുകയാണ്. ചാവരുളിൻ്റെ ആമുഖമായി വിശുദ്ധ ചാവറപ്പിതാവ് സൂചിപ്പിച്ചിട്ടുള്ള ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെയൊരു ചാവരുൾ എഴുതി നൽകുന്നത് എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. സ്നേഹവും ക്രമവും ഇല്ലാത്ത കത്തോലിക്ക കുടുംബങ്ങൾ സന്തോഷമുണ്ടാക്കില്ല, നാശമേ വരുത്തിവെക്കൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് കൃത്യമായ ക്രമം എന്താണ്, കുടുംബത്തിൻ്റെ ശൈലി എന്തായിരിക്കണം എന്ന് വിശുദ്ധ ചാവറപ്പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുക. ഒരുപക്ഷെ റോയി അച്ഛന് കുറച്ചുകൂടി അത് വിശദീകരിക്കാൻ പറ്റും. ക്രമവും സ്നേഹവും എന്ന് ചാവറപ്പിതാവ് പറയുമ്പോൾ ഒരു ക്രൈസ്തവ കുടുംബം മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിലൂടെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന എല്ലാ കുടുംബങ്ങളും, നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബജീവിതം സമാധാനപൂർണ്ണമാകണമെങ്കിൽ ചാവറയച്ചൻ്റെ ഈ ഉപദേശങ്ങൾ സ്നേഹപൂർവ്വം ശ്രവിച്ചാൽ മതി എന്നാണ് നമ്മൾ ഈ ഉപദേശങ്ങളുടെ പൊരുളായി തിരിച്ചറിയുക. ക്രമം എന്താണ് ഒരു കുടുംബത്തിൻ്റെ? നമുക്കറിയാം, നമ്മുടെ കേരള സംസ്കാരത്തിൽ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ക്രൈസ്തവ സംസ്കാരം അലിഞ്ഞു ചേർന്നപ്പോൾ പോലും ഒരു കുടുംബം എന്ന ഒരു സങ്കല്പത്തിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ ക്രമത്തിന് മാറ്റം വന്നിട്ടില്ല. ഭർത്താവ് ഭാര്യ എന്ന രീതിയിൽ ആരംഭിക്കുന്ന കുടുംബം അപ്പൻ അമ്മ മക്കൾ എന്ന ക്രമത്തിലൂടെ വളർന്ന് പന്തലിക്കുന്ന ദൃശ്യവിന്യാസമാണ് നമ്മൾ നമ്മുടെ ക്രൈസ്തവ സംസ്കാരത്തിലും പൊതുസമൂഹ സംസ്കാരത്തിലും കാണുക. ഈ ക്രമത്തിൽ എവിടെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, അവിടെയൊക്കെ ആ കുടുംബത്തിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ചാവറപ്പിതാവിൻ്റെ ഈ ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ചാവരുൾ എന്ന ഈ ഒരു കുടുംബജീവിത ചട്ടം ചാവറയച്ചൻ എഴുതി ഉണ്ടാക്കുന്നത്. എങ്ങനെയൊക്കെ കുടുംബാംഗങ്ങൾ ജീവിച്ചാലാണ് ഈ ക്രമം നഷ്ടപ്പെടാതിരിക്കുന്നത് എന്നാണ് ചാവറപ്പിതാവിൻ്റെ ഈ ചാവരുളിലൂടെ നമ്മൾ പുനർവിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ടുള്ള ചില നിരീക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ, ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെല്ലാവരും ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശ്വാസധാരയിലൂടെ കുടുംബം എന്ന ദൈവവിളി സ്വീകരിച്ചിട്ടുള്ളവരാണ്. എന്താണ് ഒരു കുടുംബത്തിൻ്റെ ക്രമം? ഇപ്പോൾ മേരി ചേച്ചിക്ക് തന്നെ പറയാൻ പറ്റും, എന്താണ് ഒരു കുടുംബത്തിൻ്റെ ക്രമം നമ്മുടെ കത്തോലിക്ക കുടുംബത്തിൽ? എന്താണ് മേരി ചേച്ചിക്ക് പറയാനുള്ളത്? കുടുംബത്തിൽ സമാധാനപരമായി ജീവിക്കുവാനും സന്തോഷവും സമാധാനവും കണ്ടെത്തുവാനും കുടുംബ സമാധാനത്തോടും ഐക്യത്തോടും മാതാപിതാക്കന്മാർ പെരുമാറുവാനും മക്കളെ സ്നേഹത്തിൽ വളർത്തുവാനും അവരുടെ ജീവിതത്തെ മുന്നോട്ട് പരിപാലിച്ചു കൊണ്ടുപോകുവാനും ഇമ്പമുള്ളതായി തീർക്കാനും
ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു രീതി അല്ലേ? ടീച്ചറിന് ഒരു പക്ഷേ കുറച്ചുകൂടി ഈ ഒരു അനുഭവത്തെ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ക്രൈസ്തവ കുടുംബത്തിൻ്റെ ആ ഒരു ക്രമം എന്ന് ചാവറ പിതാവ് ഉദ്ദേശിക്കുമ്പം എന്തായിരിക്കും പിതാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഏത് ക്രമമാണ് നമ്മൾ അനുശീലിക്കുന്ന ഒരു ക്രൈസ്തവ കുടുംബ ക്രമം ഏതായിരിക്കും? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ശരിയായൊരു ബന്ധം, കുടുംബത്തിൻ്റെ തലവനായ ഭർത്താവിനോട് വിധേയത്വവും അനുസരണമുള്ള ഭാര്യ, അതുപോലെ അവർക്ക് ജനിക്കുന്ന മക്കളെ സ്നേഹത്തിലും ദൈവഭയത്തിലും വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ചുമതലയാണ്. അവരെ ജീവിത വിശുദ്ധിയിൽ വളർത്തുക, അവർക്ക് വേണ്ട ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുക. അതുപോലെ തന്നെ മക്കൾ ഒരു പ്രായം കഴിഞ്ഞാൽ, അവരുടെ കുട്ടിക്കാലം കഴിഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിച്ച് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ കുടുംബത്തിൻ്റെ ക്രമം താളം തെറ്റും. അപ്പോൾ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അവർ മുഖവിലേക്ക് എടുക്കുകയും അവരെ അനുസരിക്കുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുകയാണ് കുടുംബത്തിൽ വേണ്ടത്. അതല്ലെങ്കിൽ ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നത് പോലെ മക്കൾ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് പോകുന്നു. ചിലർ ഒരു പരിധി കഴിയുമ്പോഴേക്ക് അവർ വളർത്തേണ്ട രീതിയിൽ വളർത്താഞ്ഞിട്ടാണോ മക്കളുടെ ആധുനിക സൗകര്യങ്ങൾ കൂടിപ്പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അവരുടെ ഇഷ്ടമനുസരിച്ച് പങ്കാളികളെ തിരഞ്ഞെടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോവുക, അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് കുടുംബത്തിൻ്റെ താളം തെറ്റും. ഈ താളം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അല്ലേ? കുടുംബത്തിന് ചാവറപ്പിതാവ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ദുഃഖമുണ്ടാകുന്നു, സങ്കടങ്ങളുണ്ടാകുന്നു. ആകസ്മികമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുടുംബത്തിൽ മക്കളിലൂടെ ഒരു തീരുമാനമെടുക്കൽ കർമ്മം നടക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാകും. മക്കളോട് ആലോചിക്കാതെ മാതാപിതാക്കൾ തന്നെ എടുക്കുന്ന തീരുമാനങ്ങളിൽ മക്കൾക്ക് വിഷമമുണ്ടാകുന്നു. ഇങ്ങനെ വരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളുടെയും ഒരു സമയത്ത് ക്രമമുള്ള ഒരു കുടുംബം, സ്നേഹവും ക്രമവുമുള്ള ഒരു കുടുംബത്തിലായിരിക്കുക എന്ന് പറയുന്നത് മധുരോർമ്മ തരുന്ന ഒരനുഭവമാണ് എന്നാണ്. ഓർമ്മകളിൽ മധുരം നിറയ്ക്കുന്ന ഒരനുഭവമാണെന്നാണ് ചാവറപ്പിതാവ് പറയുക. അപ്പോൾ ദുഃഖങ്ങളുണ്ടാവുകയും രോഗങ്ങളുണ്ടാവുകയും സങ്കടങ്ങളും പരാജയങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഓർമ്മകൾക്ക് മധുരമുണ്ടാകുന്നത് ഉള്ള ഒരു സമയത്ത് ആ കുടുംബത്തിൽ ജീവിക്കുമ്പോഴാണെന്നാണ്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, രോഗിയായി കിടക്കുന്ന അമ്മ, ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ അമ്മച്ചി രോഗിണിയായി കിടന്നിരുന്നൊരു സമയം, ഞങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അതിനേക്കാൾ താഴെ മോഡൽ പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം പ്രകാശം എന്ന് പറഞ്ഞ് ഇടുക്കി രൂപതയിലെ കിളിയാറകണ്ടം ഇടവകക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് അന്ന് മേരിഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ആശുപത്രിയിൽ കിലോമീറ്ററുകൾ നടന്ന് പോകേണ്ട ഒരിടത്ത് അമ്മച്ചി അല്പം സീരിയസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നത്, അച്ചാച്ചൻ എല്ലാ ദിവസവും ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഞങ്ങളോടൊപ്പം, ഞങ്ങൾ ചെല്ലുമ്പോൾ മിക്കവാറും അച്ചാച്ചൻ അവിടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം അമ്മച്ചിയുടെ അടുത്തേക്ക് വരുന്നു. ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു. മക്കൾ ഓരോരുത്തരും മാറി മാറി, ഞങ്ങൾ 7 പേരാണ്, ഞങ്ങൾ 6 പേരെന്നുണ്ട്, 6 പേര് മാറി മാറി അമ്മയുടെ അടുക്കലെത്തുന്നു. അമ്മ ഓർമ്മ വരുമ്പോഴൊക്കെ എല്ലാവരും ചുറ്റും നിൽക്കുന്നത് ഒരു കാഴ്ച കാണുന്നു. ഓർമ്മകളിൽ അമ്മയ്ക്ക് മധുരം നിറഞ്ഞിട്ടുണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ഞങ്ങളുടെ അനുഭവമാണ്. അതുപോലെ മാതാപിതാക്കളുടെ രോഗശൈലിയിൽ മക്കൾ അടുത്തു നിൽക്കുമ്പോൾ ഏതപ്പനും അമ്മയ്ക്കുമാണ് അവരുടെ സാമീപ്യം അത്രമാത്രം മധുരതരമല്ലാതാവുക. കഴിഞ്ഞിടെ ഒരു അനുഭവം ഉണ്ടായി. ഒരു വീട്ടിലൊരു വല്യമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, രോഗിലേപനം കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ, വലിയ വീടാണ്, എന്നെ വീടിൻ്റെ മുൻവശത്ത് ഇരുത്തി. എന്നിട്ട് മൂത്ത മകൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് എൻ്റെ സ്ഥലത്ത് നിന്ന് ഈ വീട് വരെ വരാമെങ്കിൽ പിന്നെ ഈ അകത്തെ മുറിയിൽ നിന്ന് അമ്മയുടെ മുറിയിലേക്ക് എനിക്ക് വരുന്നതിന് തടസ്സമില്ലല്ലോ. അപ്പോൾ ഞാനങ്ങോട്ട് വരാം. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അച്ഛൻ വരണ്ട, പിന്നെ ഞങ്ങൾ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അച്ഛൻ അങ്ങോട്ട് വരുന്നത് ശരിയല്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാരമില്ല, ഞാൻ അങ്ങോട്ട് വരാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അമ്മയെ എടുത്ത് പൊക്കി ഇങ്ങോട്ട് മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ എനിക്ക് ഫ്രണ്ടിലിരുന്നാൽ കേൾക്കാം. അമ്മയ്ക്ക് അനങ്ങത്തില്ല. അമ്മ പറയും പതുക്കെ പിടിയിടാ, അവിടെ പിടിയടി, ഇവിടെ പിടിയിടാ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ബഹളം കേട്ടിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാൻ നേരെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അപ്പോൾ ഈ ചെല്ലുന്ന സമയം വരെ ഈ മൂത്ത മകൻ പറയുന്നുണ്ട് അച്ഛനെ കൂടെ പോകണ്ട, അമ്മയുടെ മുറിയിൽ അങ്ങനെ അച്ഛൻ നിന്ന് കയറാൻ കൊള്ളുകയില്ലാത്ത ബുദ്ധിമുട്ടുള്ള മുറി, അതുകൊണ്ടാണ് മണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു 90-95 കിലോ വരുന്ന അത്രയും വണ്ണമുള്ള ഒരമ്മയാണ്. ഏക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അമ്മയെ 2-3 മക്കൾ കൂടി താങ്ങി പിടിച്ച് ഒരു കസേരയിൽ ഇരുത്തിയിട്ട് അതെടുത്തുകൊണ്ട് വരാനാണ് ശ്രമിക്കുന്നത്, എന്നെ മുറി കയറ്റാതിരിക്കാൻ. ഞാൻ ഈ മുറിയിൽ കയറി കാണുമ്പോൾ ആദ്യത്തെ കാഴ്ച എന്താണെന്ന് അറിയോ? ഈ കട്ടിലിലൊരു പാറ്റ ചത്ത് കിടക്കുകയാണ്. കട്ടിലിൻ്റെ ആ താഴത്തെ ഭാഗം മുഴുവൻ ഉറുമ്പ് ഇങ്ങനെ കയറി നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ എന്നോട് പറയുകയാണ്, ഉറുമ്പ് കടിക്കുന്ന മക്കളെ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് തോന്നുന്നതാണ് എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് കണ്ണ് കാണാൻ ഇച്ചിരി കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നതാണ്, ഉറുമ്പ് കടിക്കുന്നേ ഇല്ല എന്ന് മക്കളെല്ലാം കൂടെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഈ നരകത്തിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ എൻ്റെ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുക, ഞാൻ ഇവിടെ നിന്ന് കടന്നു പോട്ടെ എന്ന് പറയാണ്. പുറമേ നോക്കുമ്പോഴുണ്ടല്ലോ ആ വീട് വലിയ കൊട്ടാരം പോലുള്ള ഒരു വീടാണ്. അതിൻ്റെ കമാനങ്ങളൊക്കെ ഉണ്ടാക്കാനും ഗേറ്റ് ഉണ്ടാക്കാനും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ അവർ ചിലവഴിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ അത്ര വലിയൊരു വീട്ടിനുള്ളിൽ ആ വീടിനെ വീടാക്കി മാറ്റാൻ സ്വയം വിളക്കായി തിരിയായി ഉരുകിത്തീർന്ന ഈ അമ്മ ഉറുമ്പരിച്ച് കിടക്കുന്നു എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. ആ അമ്മയ്ക്ക് മക്കൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊന്നും മധുരമായി ഓർമ്മയായില്ല. മധുരോർമ്മ തരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ക്രമം തെറ്റാതെ അമ്മയെ അമ്മ എന്നുള്ള സ്ഥലത്ത് നിന്ന് അമ്മയെ കുമ്മായ പാത്രത്തിലിടുന്ന ആ തെറ്റായ ക്രമം സംഭവിക്കുന്നുണ്ടല്ലോ, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ഒരു അക്രമം സംഭവിക്കുകയാണ്. ക്രമം തെറ്റുന്നിടത്തെല്ലാം അക്രമം ഉണ്ടാവുകയാണ്. അമ്മ ആക്രമിക്കപ്പെടുകയാണ്. മക്കളുടെ സ്വാർത്ഥതയുടെ പേരിൽ അമ്മ അവിടെ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അമ്മയോ അപ്പനോ മക്കളോ ആരാണ് കുടുംബങ്ങളിൽ സ്നേഹരാഹിത്യത്തിൻ്റെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നത്, അവിടെയെല്ലാം ഈ ക്രമം തെറ്റുന്നുണ്ട്. ക്രമം തെറ്റുന്ന കുടുംബാനുഭവങ്ങൾ ആർക്കും മധുരമായ ഓർമ്മ നൽകുന്നില്ല. എന്നെ ശ്രവിക്കുന്ന ഈ ഒരു ചർച്ചയിൽ പങ്കുചേരുന്നവരും ഇത് ശ്രവിക്കുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഓരോ കുടുംബത്തിലും ഓരോരുത്തർക്ക് ഓരോ പൊസിഷനുണ്ട്, ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനം ബാക്കി എല്ലാവരും അംഗീകരിക്കുന്നിടത്താണ് ഒരു കുടുംബ ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് ക്രൈസ്തവ കുടുംബധാരയിൽ മാത്രമല്ല, അത് ഹൈന്ദവ ധാരയിലാണെങ്കിലും ഇസ്ലാം ധാരയിലാണെങ്കിലും ഏത് മതവിശ്വാസത്തിലാണെങ്കിലും ഒരു കുടുംബത്തിന് ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഘടനയുണ്ട് അല്ലേ നമ്മുടെ സമൂഹത്തിൽ. ആ ഘടനയ്ക്ക് മാറ്റം വരരുത് എന്നുള്ളത് നമ്മുടെ സാമൂഹികമായ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ സ്വവർഗ വിവാഹത്തെയും കൂടിത്താമസത്തെയും ഒക്കെ ശക്തമായി എതിർക്കുന്നതും കുടുംബം എന്ന അടിസ്ഥാനപരമായ ഈ സ്ഥാപനം ഒരു ക്രൈസ്തവ വിശ്വാസത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും ആവശ്യമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നത്. ഈ ഒരു ദർശനം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നമ്മുടെ സഭ വളരെ ശക്തമായ രീതിയിൽ വിശ്വാസികളിലേക്ക് പങ്കുവയ്ക്കുന്നതിന് 1 നൂറ്റാണ്ട് മുമ്പ് തന്നെ ചാവറ പിതാവ് ചാവരുളിലൂടെ ഇതിൻ്റെ അടിത്തറ പാകിയിരുന്നു എന്നിടത്താണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുവരിക, ഈ ചിന്തകൾ പങ്കുവയ്ക്കുക. എന്ന് പറയുന്നു നമ്മുടെ ക്രൈസ്തവ കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി ഒന്ന് സംസാരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ നമ്മൾ വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാത്തതാണ് ഏറ്റവും വലിയൊരു കുറവെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ കാര്യങ്ങളിൽ ഒരു കൃത്യത വരുത്തുകയും ചെയ്യേണ്ടതാണ് ഏറ്റവും ആവശ്യം. ഒന്ന്, കൂദാശകളിലുള്ള കൃത്യത. അത് നമ്മൾ കൃത്യമായി പാലിക്കാൻ സാധിച്ചാൽ ഞായറാഴ്ച പള്ളിപ്പോക്ക് അത് മുടക്കാതെ നമ്മൾ ആ ദിവസങ്ങളിലെ പരിപാടികളെല്ലാം മാറ്റിവെച്ച് കൃത്യമായി അത് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ അവിടെ ഒരു കൃത്യത വരുത്തുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ആ കൃത്യത സ്വാഭാവികമായിട്ടും മാറ്റമായിട്ട് വരും. അങ്ങനെ മാറുമ്പോൾ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാവുകയും നമ്മൾ തന്നെ വിചാരിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റമുണ്ടാക്കാനോ നമ്മൾ വിചാരിക്കുന്ന രീതിയിലോ കൊണ്ടുപോകാൻ സാധിക്കില്ല. അവിടെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അതിനാദ്യമേ ചെയ്യേണ്ടത് നമ്മൾ കൂദാശകളിൽ കൃത്യതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കൃത്യതയുള്ളവരായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാകും. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബജീവിതങ്ങൾ മാറി കൃത്യതയുള്ളതായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. ക്രമം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പര്യായപദം എന്ന് വേണമെങ്കിൽ പറയാം കൃത്യത, കൃത്യനിഷ്ഠ. ഒരു കുടുംബത്തിൽ ഭക്താനുഷ്ഠാനങ്ങൾക്ക് നിഷ്ഠയുണ്ടാവുക എന്നതാണ് ചാവറയച്ചൻ ചാവരുളിലൂടെ അടിസ്ഥാനപരമായി ഉദ്ദേശിച്ചത്. എങ്ങനെയായിരുന്നു ചാവറയച്ചൻ? റോബിയച്ചൻ എന്ത് പറയും? അതായത് ചാവറ പിതാവ് ഒരു ക്രമം തന്നെ എഴുതി നൽകിയിട്ടുണ്ട്. അത് നമ്മൾ മറ്റവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും രാവിലെ എപ്പോൾ ഏൽക്കണം, എപ്പോൾ പ്രാർത്ഥന തുടങ്ങണം, എപ്പോൾ സ്കൂളിൽ പോകണം
തുടങ്ങിയൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു കത്തോലിക്ക കുടുംബത്തിനൊരു ടൈം ടേബിൾ, നമ്മൾ അങ്ങനെയുള്ളൊരു സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഒരു തലമുറ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പല കാരണവന്മാരും വൈകുന്നേരം കൃത്യം 6:30 അല്ലെങ്കിൽ 6 മണി അല്ലെങ്കിൽ 7 മണി എന്ന് പറയുന്ന കറക്റ്റ് സമയത്ത്, കൃത്യമായ സമയത്ത് പ്രാർത്ഥിക്കുന്നു അല്ലേ? കുടുംബ പ്രാർത്ഥനയ്ക്ക് അപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഓടിച്ചെന്ന് പോകുന്ന ആ ഒരു ശൈലി ഓർമ്മയുണ്ടോ? 6 മണിയാകുമ്പോഴത്തേന് വീട്ടിലെ എല്ലാ പണിയും തീർത്ത് പെരക്കകത്ത് കയറണം എന്നായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആരാ അന്നത്തെ ചാച്ചൻ പറയുന്നത്? അമ്മ മരിച്ചു പോയായിരുന്നു. ചാച്ചനും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6:30 ആകുമ്പം കൊച്ചേന്ന് വിളിച്ചാൽ പിന്നെ ഒരു പണിക്കും പോകാൻ പാടില്ല. കുരിശ് വരെ തുടങ്ങിയിരിക്കും അല്ലേ? എന്ത് പറയണു? കൃത്യമായിട്ട് ഞങ്ങൾ 8 മണിക്കായിരുന്നു, ഇപ്പം പിന്നെ കൃത്യം 7 മണിക്ക് കുരിശ് വരയ്ക്കാൻ തുടങ്ങും. 7 മണിക്ക് കുരിശ് വരയ്ക്കാൻ. ചേച്ചിയോ? കറണ്ട് കട്ടായില്ലെങ്കിലും 7 മണിക്ക് കുരിശ് വരയ്ക്കും. അല്ല, സീരിയലിനെ തടസ്സം പറയാൻ ഇല്ല. ഓക്കെ, എന്ത് പറയണു? കുരിശ് വര ഏത് സമയത്താണ്? കൃത്യം 6:30-ക്ക്. 6:30-ക്ക് കുരിശ് വരച്ച് തുടങ്ങിയിരുന്നു. സന്ധ്യാമണി അടിക്കുമ്പം മക്കളൊക്കെ എന്ത് പണിയുണ്ടെങ്കിലും മാറ്റി വെച്ച് ഇപ്പൊ മക്കളൊക്കെ ഒരുമിച്ച് വന്ന് എല്ലാവരും കുരിശ് വരയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ കുടുംബ ജീവിതത്തിന് എന്നും വലിയൊരു കരുത്ത് അത്തരത്തിലുള്ള ക്രമമായിരുന്നു. ഇന്ന് അങ്ങനെ അന്ന് ക്രമം ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപ്പനൊരു വാക്ക് പറഞ്ഞാൽ അത് തീരും, മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും അല്ലേ? അല്ലെങ്കിൽ അമ്മ അപ്പനോട് പറഞ്ഞ് മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സമയത്ത് ആ പ്രശ്നം തീരുന്നു. അപ്പൻ, അമ്മ, മക്കൾ എന്ന് പറയുന്നത് മുമ്പ് റോയിച്ചൻ പറഞ്ഞ പോലെ ഒരു സമൂഹ ക്രമമാണ്. ആ ക്രമം ഒന്ന് മാറി മറിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന തീരുമാനങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പൻ എടുക്കേണ്ട തീരുമാനം അമ്മ എടുക്കേണ്ട ഒരു സാഹചര്യം അപ്പനുള്ളപ്പോൾ അമ്മ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ക്രമം അല്പം മാറും എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. അതായത് ചില വീടുകളിൽ നമ്മളത് കാണാറുണ്ട്. അപ്പൻ ഇരിക്കുമ്പോൾ തന്നെ തീരുമാനങ്ങൾ അമ്മ എടുക്കുന്നു. അങ്ങനെ അമ്മ എടുക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ അപ്പന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ക്രമം സ്വാഭാവികമായിട്ടും തെറ്റുന്നു. ശരിയാണ്? ശരിയാണ്. അങ്ങനെ വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ? തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ക്രമം തെറ്റിയോ? ക്രമം അല്ല, നല്ലതാണെന്ന് തിരിച്ചറിയുമ്പോൾ ക്രമം തെറ്റിയല്ലോ. നല്ലതാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഒരു സ്നേഹക്രമത്തിന്റെ ഭാഗമാണ്. സ്നേഹം, അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹവും ക്രമവും. ഈ ക്രമം എന്ന് പറയുന്നത് ഒരാൾ തന്നെ തീരുമാനം എടുക്കുക എന്നുള്ളതല്ല. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ശൃംഖലയാണ്. അപ്പം അപ്പനാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും അത് സ്വീകാര്യമായിട്ട് തോന്നും. അമ്മയാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് അപ്പനുള്ളപ്പോഴാണെങ്കിൽ പോലും സ്വീകാര്യമായിട്ട് തോന്നും. ആ ഒരു ചേർച്ച, അതാണ് ചാവറപ്പിതാവ് ഉദ്ദേശിച്ചത്. ഈ ചേർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കുടുംബ പ്രാർത്ഥന എന്നുള്ള ഒരു ആശയം, നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചാവറച്ചൻ്റെ ആ ഒരു സങ്കല്പത്തിൻ്റെ ഒരു സാമൂഹിക സുരക്ഷിതത്വത്തിൻ്റെ ഒരു മാനമുണ്ട്. അതായത് ഒരു വീട്ടിൽ ഒരു സമൂഹമുണ്ട്, ശരിയല്ലേ? അല്ലേ? അപ്പൻ, അമ്മ, മക്കൾ, അല്ലെങ്കിൽ വല്യപ്പൻ, വല്യമ്മ, ഒരു സമൂഹമാണ് ഒരു വീട്ടിലെ. ഇവരെ ഒന്നാണ് എന്ന് എപ്പോഴാണ് അനുഭവിക്കാൻ കഴിയുക? ഒരുമിച്ചിരിക്കുമ്പോഴാണ്. അതെപ്പോഴാണ്? അത് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത്. കുടുംബ പ്രാർത്ഥന, ഭക്ഷണം, അല്ലെങ്കിൽ രാവിലത്തെ ഉച്ചക്കത്തെ ഭക്ഷണം തുടങ്ങി എല്ലാവരും ഒരുമിച്ചുണ്ടാവണമെന്നില്ല. വൈകിട്ടത്തെ ഭക്ഷണത്തിന്, കുടുംബ പ്രാർത്ഥനയ്ക്കും ഭക്ഷണത്തിനും കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരികയാണ്. ഒരുമിച്ച് അടുത്തടുത്തിരിക്കുന്ന വ്യക്തികൾ അറിയാതെ അവർക്കിടയിൽ ഒരു പങ്കുവയ്പ് നടത്തുന്നുണ്ട്. മനസ്സിൻ്റെ പങ്കുവയ്പുണ്ട്, ഹൃദയത്തിൻ്റെ പങ്കുവയ്പുണ്ട്, വികാരങ്ങളുടെ പങ്കുവയ്പുണ്ട്, നെടുവീർപ്പുകളുടെ പങ്കുവയ്പുണ്ട്. അതൊരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിലാണെങ്കിൽ മുൻപിൽ ദൈവരൂപത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ, ചാവറയച്ചൻ ഓരോ ക്രൈസ്തവ ഭവനത്തിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ചാവറയച്ചൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ചിത്രമെന്ന് പറയുന്നത് തിരുക്കുടുംബത്തിൻ്റെ ചിത്രമാണ്. തിരുക്കുടുംബത്തിൻ്റെ ഒരു ശൈലിയിൽ ക്രൈസ്തവ കുടുംബങ്ങൾ രൂപപ്പെടണം എന്ന് ചാവറയച്ചൻ ആഗ്രഹിച്ചു. അപ്പോൾ മാതാവും യേശുപിതാവും ഉണ്ണീശോയും കൂടി അടുത്തിരുന്ന് ഒരുമിച്ച് വളർന്നതുപോലെ ആ തിരുസ്വരൂപത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ, നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളാണ്. ആ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ആത്മീയ വിചാരങ്ങൾ പങ്കുവയ്ക്കുന്നു, പ്രാർത്ഥനകൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഹൃദയബന്ധം, കുടുംബത്തിലെ സമൂഹത്തിൻ്റെ ഹൃദയബന്ധം ദൃഢമാവുകയാണ്. അങ്ങനെ ദൃഢമായിട്ടുള്ള ഹൃദയബന്ധമുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഒരു സമൂഹം, ശരിയല്ലേ?
അത് നമ്മുടെ ഇടവക കൂട്ടായ്മ മാത്രമല്ല, അത് പൊതുസമൂഹത്തിൻ്റെയും കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് കുടുംബത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഭദ്രതയാണ് എന്ന് ചാവറ പിതാവ് പറയാൻ കാരണം. അതുകൊണ്ട് കൂടിയാണ് ക്രൈസ്തവ കുടുംബം അതിന് മാതൃക കാണിക്കണം. കത്തോലിക്ക കുടുംബം വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലും കുടുംബജീവിത ക്രമത്തിൻ്റെ കാര്യത്തിലും തെറ്റുവരുത്താത്ത ഉത്കൃഷ്ടമായ മാതൃക നൽകുന്ന ഒരു സാമൂഹിക സംവിധാനമായിരിക്കണം എന്ന് ചാവറച്ചനാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളിലെ മക്കൾക്ക് എന്താണ് പ്രത്യേകത? അവർക്ക് സ്നേഹമുണ്ടാവും, ആത്മവിശ്വാസമുണ്ടാവും, ഇല്ലേ? അപ്പനും അമ്മയും ഒരേ മനസ്സോടുകൂടി തീരുമാനമെടുക്കാൻ ഒന്നിച്ച് നിൽക്കുന്ന കുടുംബങ്ങളിൽ മക്കൾക്ക് വലിയ സന്തോഷവും ആത്മവിശ്വാസവുമാണ്, ഇല്ലേ? അവരെ നമുക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു വിടാം. അപ്പനും അമ്മയും അവരുടെ പിന്നിൽ വലിയ ശക്തിയായിട്ടുണ്ടെന്നറിയാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പിണക്കങ്ങളോ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന കുടുംബങ്ങളിൽ മക്കളുടെ ആത്മവിശ്വാസത്തിന് അതിരുകളില്ല. അങ്ങനെയുള്ള മക്കൾക്ക് അപ്പനെയും അമ്മയെയും വിശ്വാസമാണ്. അവർ സ്നേഹം തേടി അയൽവക്കങ്ങളിലേക്ക് എങ്ങും പോവുകയുമില്ല. അടുത്തിരിക്കാൻ മനസ്സ് കാണിക്കാത്ത കുടുംബ ബന്ധങ്ങൾ, അല്ലേ, കുടുംബാംഗങ്ങൾ, അവരുടെ ഉള്ളിൽ ഇല്ല എന്ന് നമുക്ക് പ്രകടമായിട്ട് പറയാൻ കഴിയുന്നത് അടുപ്പം തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ തകരാറിലാകുന്നതിൻ്റെ കാരണം ഷെയറിംഗ് ഇല്ലാത്തതാണ്, പരസ്പരം പങ്കുവെക്കലില്ല. വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ഒരു 15 മിനിറ്റ് സമയം കണ്ടെത്തുന്ന, അതിനുവേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ നീക്കിവെക്കുന്നത് ഒരിക്കലും തകരാത്ത കുടുംബ ബന്ധങ്ങളാണ്. കുടുംബ ബന്ധങ്ങളെപ്പറ്റി വളർന്നു കഴിയുമ്പോൾ മക്കളുടെ മനസ്സിൽ മധുരമായ ഓർമ്മയാണ്. മക്കൾ ചെയ്യുന്ന തെറ്റുകൾ വലിയ കാര്യമാക്കാതെ സാരമില്ല ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയും അവരുടെ നല്ല കാര്യങ്ങൾ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും മക്കൾ മാതാപിതാക്കളെ അല്ലാതെ മറ്റാരെയും അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തേടി പോവുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.